തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസ്സിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അപകടമുണ്ടായത്. പേയാട് സ്വദേശി ഗീതയാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ടിൻഡു ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, ഇപ്പോൾ കെഎസ്ആർടിസി ബസ് ഇടിച്ച് യുവതിക്ക് മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിൽക്കുന്നതിന് പുറകുവശത്തുള്ള ആ സിഗ്നലിന്റെ സമീപം വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ഈ സിഗ്നൽ മുറിച്ച് കടക്കവേ ഈ സിഗ്നൽ ലൈൻ മുറിച്ച് കടക്കവെയാണ് അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പേയാട് സ്വദേശിയായിട്ടുള്ള 62 വയസ്സുള്ള ഗീതയും ഭർത്താവും ഒരുമിച്ച് കൈപിടിച്ച് ഈ സിഗ്നൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം ഭാഗത്ത്, അതായത് തമ്പാനൂർ ഭാഗത്തു നിന്നും പാളയം ഭാഗത്തേക്ക് വരുന്ന ബസ് ഏത് ബസ്സാണ് എന്ന കാര്യത്തിൽ നിശ്ചയമില്ല. ഈ പാളയം ഭാഗത്തേക്ക് വരുന്ന ബസ് ഇടിക്കുകയും ആ ബസ് ആ വൃദ്ധയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അരയ്ക്ക് താഴെ വശത്തൂടെയാണ് ഈ ബസ് കയറി ഇറങ്ങുന്നത്. ബസ് കയറി ഇറങ്ങി ആ സമയത്ത് വെച്ച് തന്നെ സ്പോട്ടിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ബസ് KSRTC ബസ് സമീപം ബേക്കർ ജംഗ്ഷന് സമീപം മാറ്റി ഇട്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. ബൈക്ക് യാത്രികരെ KSRTC ബസ് ഇടിച്ച സംഭവം ഉണ്ടായി. കിഴക്കേക്കോട്ടയിലും സമാനമായ രീതിയിൽ ഈ KSRTC ബസ് കയറി ഇറങ്ങി പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയുള്ള സംഭവം ഉണ്ടായി. 1 മാസങ്ങൾക്ക് മുമ്പാണ് തമ്പാനൂർ ബസ് സ്റ്റേഷന് മുന്നിൽ നാഗർകോവിൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കയറി ഇറങ്ങി ഒരു യുവതി നെയ്യാറ്റിൻകര സ്വദേശി മരണപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാവുമ്പോഴും അപകടങ്ങൾ പതിവാവുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 8 മണി കഴിയുമ്പോൾ തന്നെ തിരക്ക് വർദ്ധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല തവണ ചർച്ച ചെയ്ത ഏതാണ്ട് 800ഓളം ബസ്സാണ് KSRTCയുടെ മാത്രം 800ഓളം ബസ് ഈ നിരത്തിൽ കൂടി ദിനംപ്രതി സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ദാരുണമായിട്ടുള്ള അപകടമാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോഴും ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പോലീസുകാരുടെ എണ്ണം നന്നേ കുറവാണ്. ഈ അപകടം സംഭവിച്ചതിന് ശേഷമാണ് കേരള പോലീസിൻ്റെ സ്ട്രൈക്കേഴ്സിനെ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും. 2 പോലീസുകാർ മാത്രമാണ് ഇത്രയധികം തിരക്കുള്ള ഈ സ്ഥലത്ത് ഈ തിരക്ക് നിയന്ത്രണത്തിനായിട്ട് ഉള്ളത്. കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് വരുന്നതെങ്കിലും നമുക്കറിയാം ഒരു സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരപ്രദേശമാണ്. അപ്പോൾ പല കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2ാമത്തെ സിഗ്നലിന് സമീപം വെച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ സിഗ്നലിൻ്റെ ഈ സീബ്ര ലൈനിന് സമീപത്ത് തന്നെയാണ് അപകടം നടന്ന് ആ ബസ് ആ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയത്. കൂടെ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു. ആശുപത്രി ആവശ്യങ്ങൾക്ക് മറ്റോ എന്തോ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. പേയാട് സ്വദേശിയാണ് ദാരുണമായിട്ട് മരണപ്പെട്ടത്. ദേവിക, ശരി, എന്തായാലും പോലീസിന്റെ അനാസ്ഥയിൽ അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ പൊലിഞ്ഞതൊരു ജീവനാണ്. തിരുവനന്തപുരം KSRTC ബസ് ഇടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അപകടമുണ്ടായത്. പേയാട് സ്വദേശി ഗീതയാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് അപകടമുണ്ടായത്. കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.